Hi dear students. So in our last class we have discussed the features of a cloning vector. Okay, we have discussed the selectable markers and we were discussing regarding cloning sites. Okay, first one was which were the features of a cloning vector, which were the features which are essential for a cloning vector. First one, origin of replication. Second, selectable marker. Third one, cloning sites. Fourth one, vectors for plants and animals. So we were discussing the third point, that was cloning sites. So നമ്മൾ PBR322 ആ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. PBR322 there are two types of selectable marker. One is a selectable marker for ampicillin resistance and the other one is for tetracycline resistance. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, സെലക്റ്റബിൾ മാർക്കേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ്. Okay, antibiotic resistance genes, that is genes which are resistant to certain antibiotics. Here this gene is resistant to the antibiotic ampicillin and this gene is resistant to the antibiotic tetracycline. Okay, so ഇത്രയും നമ്മൾ പറഞ്ഞിരുന്നു. Then another term we have discussed was insertional inactivation. Insertional inactivation. So what do you mean by insertional inactivation? Insertional inactivation means when the foreign DNA or the DNA to be transferred to the host is introduced into a selectable marker, that is an antibiotic resistant gene. What will happen? The ability of this antibiotic resistant gene will be lost. That is known as insertional inactivation. Okay, that ability will be lost. അതായത് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ്റെ ഉള്ളിലേക്ക്, ഇപ്പോൾ സപ്പോസ് നമ്മൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ്റെ ഇവിടെ ആയിട്ട് നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് കപ്പാസിറ്റി വിൽ ബി ലോസ്. ദാറ്റ് ഇസ് ദിസ് ജീൻ വിൽ ബിക്കം ഇനാക്റ്റീവ്. ദാറ്റ് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ നമ്മുടെ റീകോമ്പിനേഷൻ നടന്ന ഈ ഒരു ഫോറിൻ DNA എൻറ്റർ ചെയ്തിട്ടുള്ള ഹോസ്റ്റ് സെൽസിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒരുപാട് സെൽസ് ഉണ്ടാവും. സപ്പോസ് ബാക്ടീരിയയിലാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈക്കോളയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഒരുപാട് ഈക്കോളൈ സെൽസ് ഉണ്ടാവും. അതിൽ എല്ലാവരിലേക്കും ഈ ഒരു ഫോറിൻ DNA എൻറ്റർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എല്ലാ സെൽസിലേക്കും ഈ ഒരു DNA എൻറ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചില സെൽസിൽ എങ്ങനെയായിരിക്കും? ഈ ഒരു PBR322 പ്ലാസ്മിഡ് വെക്ടർ എൻറ്റർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ DNA ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും മീഡിയത്തിൽ. നമുക്കതിൽ ആരെ മാത്രം മതി? ഈ ഒരു നമ്മുടെ പർട്ടിക്കുലർ ഫോറിൻ DNA ഓർ ഡിസൈഡ് DNA പ്രസൻ്റ് ആയിട്ടുള്ള സെൽസ്, ഹോസ്റ്റ് സെൽസ് മാത്രം മതി നമുക്ക്. ഓക്കെ, സോ ദർ വിൽ ബി 3 types of cells. നോൺ ട്രാൻസ്ഫോർമൻസ് മീൻസ് PBR322 ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോലും കടന്നിട്ടില്ല, വെക്ടർ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. ഓക്കെ, സെല്ല് പണ്ടത്തെ പോലെ തന്നെ, ഈക്കോളൈ സെല്ല് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ളവർ, ഈ വെക്ടർ അതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാത്തവരാണ് നോൺ ട്രാൻസ്ഫോർമൻസ്. Okay, then second group, transformance means the vector has entered into the cell. PBR322 has entered into the cell, but the this plasmid vector PBR322 will not have this desired DNA. Plasmid enter ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ പ്ലാസ്മിഡിൽ എന്തില്ല? നമ്മുടെ desired DNA ഇല്ല. അങ്ങനെയുള്ളവരാണ് ട്രാൻസ്ഫോർമൻസ്. അതായത് പ്ലാസ്മിഡ് എൻറ്റർ ചെയ്തിട്ടുണ്ട്, PBR322 എൻറ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഡിസൈഡ് DNA എൻറ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, ദ തേർഡ് ഗ്രൂപ്പ് ഈസ് റീകോമ്പിനൻസ് മീൻസ് നമ്മുടെ റീകോമ്പിനൻറ്റ് DNA. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡിസൈഡ് DNA പ്ലാസ്മിഡിൻ്റെ ഉള്ളിൽ ഒരു സെലക്റ്റബിൾ മാർക്കറിൽ നമ്മുടെ ഡിസൈഡ് DNA പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ പ്ലാസ്മിഡ് വിത്ത് ദ ഡിസൈഡ് DNA ഓർ വിത്ത് ദ ഫോറിൻ DNA ഹാസ് entered to the host cell. Such type of cells are known as recombinants. അപ്പോൾ 3 types ഉണ്ട്. നോൺ ട്രാൻസ്ഫോർമൻസ് means the plasmid has not entered into the cell. Second means transformance. Plasmid has entered into the cell but the plasmid did not contain the desired DNA. Third one, recombinance. The plasmid together with the desired DNA has entered into the cell. That is recombinance.
ദെൻ ഇവരെ 3 പേര്, അപ്പോൾ നമ്മളൊരു മീഡിയത്തിൽ ഇവരെ ഗ്രോ ചെയ്യാണ്. ഓക്കെ, നമ്മൾ സെൽസിനെ മീഡിയത്തിൽ ഗ്രോ ചെയ്ത് കഴിയുമ്പം അതിൽ ആരൊക്കെ ഉണ്ടാവും? ബ്ലാക്ക് കളറാണ് റീകോമ്പിനൻസ് എന്ന് വെച്ചോ. ഓക്കെ, റീകോമ്പിനൻസ് ഉണ്ടാവും. ദെൻ ട്രാൻസ്ഫോർമൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നോൺ ട്രാൻസ്ഫോർമൻസും കുറേ ഉണ്ടാവും. റീകോമ്പിനൻസ് വളരെ കുറച്ച് എമൗണ്ടൊക്കെയാണ് ഉണ്ടാവുള്ളൂ. നമ്മളുടെ പർപ്പസ് എന്താണ്? നമുക്ക് ബാക്കിയുള്ളവരെ ഒന്നും വേണ്ട. നോൺ ട്രാൻസ്ഫോർമൻസിനെയും വേണ്ട, നമുക്ക് ട്രാൻസ്ഫോർമൻസിനെയും വേണ്ട. ഓൺലി ദ റീകോമ്പിനൻസിനെ മാത്രം മതി നമുക്ക്. സോ നമ്മൾ റീകോമ്പിനൻസിനെ മാത്രം ഈ ഒരു മീഡിയത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. So, for selecting the recombinants, first thing we are going to do is we will culture these cells in ampicillin containing medium. We will grow them in ampicillin containing medium. ഓക്കെ, സോ വി വാണ്ട് ടു സെപ്പറേറ്റ് ദീസ് സെൽസ്. ഈ സെൽസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വി വിൽ ഗ്രോ ദം ഇൻ ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും, നമ്മളവരെ ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഗ്രോ ചെയ്യും. സോ യു നോ ആംപിസിലിൻ ഈസ് ആൻ ആൻറ്റിബയോട്ടിക്. ഓക്കെ, സോ നോർമൽ ബാക്ടീരിയ, നോർമൽ ഈക്കോളെ കനോട്ട് ഗ്രോ ഇൻ ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. അല്ലേ, ആൻറ്റിബയോട്ടിക് ആണ്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. So this normal cells, that is the non-transformant cells, cannot grow in ampicillin containing medium. So they will be eliminated from the medium. So non-transformant cells, നമ്മൾ ആദ്യം റെഡ് കളറിൽ വെച്ചു. non-transformant cells എന്തിൽ ഗ്രോ ചെയ്യില്ല? ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഗ്രോ ചെയ്യില്ല. ബിക്കോസ് ആംപിസിലിൻ ഈസ് ആൻ ആൻറ്റിബയോട്ടിക് ദാറ്റ് വിൽ റെസിസ്റ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. സോ അവരെ അങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. നോൺ ട്രാൻസ്ഫോർമൻസ് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഗ്രോ ചെയ്യുന്നവരെ മാത്രം നമ്മളെടുത്തു, ഗ്രോ ചെയ്യാത്തവരെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഗ്രോ ചെയ്യുന്നവരിൽ തന്നെ ആരൊക്കെയുണ്ട്? നമ്മുടെ ട്രാൻസ്ഫോർമൻസും ഉണ്ട്, റീകോമ്പിനൻസും ഉണ്ട്. ഓക്കെ, ട്രാൻസ്ഫോർമൻസ് ആർ ദർ ആൻഡ് ഓൾസോ റീകോമ്പിനൻസ് ആർ ദർ. സോ വി വാണ്ട് ഓൺലി റീകോമ്പിനൻസ്. ട്രാൻസ്ഫോർമൻസ് ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ ട്രാൻസ്ഫോർമൻസിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ട്രാൻസ്ഫോർമൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ വേറൊരു മീഡിയത്തിൽ ഗ്രോ ചെയ്യും. ദാറ്റ് ഈസ് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം. ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഗ്രോ ചെയ്യുന്നത്? ദ റീസൺ ഈസ് ദാറ്റ് ഇഫ് ദ ഡിസൈർഡ് DNA ഈസ് പ്രസൻറ്റ്. ഓക്കെ, ഡിസൈർഡ് DNA ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും ഉള്ളത്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ, ആ സെലക്റ്റബിൾ മാർക്കറിൻ്റെ ഉള്ളിലായിരിക്കും ഡിസൈർഡ് DNA ഉള്ളത്. ദെൻ ഡിസൈർഡ് DNA അവിടെ ഉണ്ടെങ്കിൽ എന്ത് ലോസ്റ്റ് ആയിട്ടുണ്ടാവും? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ലോസ്റ്റ് ആയിട്ടുണ്ടാവും. സോ നമ്മുടെ റീകോമ്പിനൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദേ വിൽ നോട്ട് ഹാവ് ദിസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ബിക്കോസ് the desired DNA will be present inside this selectable marker. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ്റെ ഉള്ളിൽ നമ്മുടെ ഡിസൈർഡ് DNA പ്രസന്റ് ആണെങ്കിൽ എന്ത് ലോസ്റ്റ് ആവും? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ലോസ്റ്റ് ആവും. ഓക്കെ, സോ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ടെട്രാസൈക്ലിൻ ഉള്ള മീഡിയത്തിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്ടീരിയയ്ക്ക് ആ ഒരു മീഡിയത്തിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഫ് ദ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഈസ് ലോസ്റ്റ്, ദാറ്റ് ബാക്ടീരിയ കനോട്ട് ഗ്രോ ഇൻ ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം. സോ ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ആര് മാത്രമാണ് ഗ്രോ ചെയ്യുള്ളൂ? ട്രാൻസ്ഫോർമൻസ് ആണ് ഗ്രോ ചെയ്യുള്ളൂ, റീകോമ്പിനൻസ് ഗ്രോ ചെയ്യില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ ഗ്രോ ചെയ്യാത്തവരെ, ഓക്കെ, ചെയ്യാത്തവരെയാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് വിൽ ബി റീകോമ്പിനൻസ്. So the recombinants are selected and they are multiplied.
ഹോസ്റ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്തവരാണ്. നമ്മൾ ഇനി എന്തിൻ്റെങ്കിലും പ്രൊഡക്ഷൻ, സോ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ അവരെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് റീകോമ്പിനൻസ്. So the main thing is based on this insertional inactivation. If the desired DNA is introduced into a selectable marker, the capacity of that marker gene will be, the power of that marker gene will be inactivated. That is insertional inactivation.